നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാടിന്റെ ഗ്രാമ്യഭംഗിയിലേക്ക് ഇന്ത്യൻ ഗ്രാമീണതയും. കുടുംബശ്രീ ദേശീയ സരസ് ഉൽപ്പന്ന പ്രദർശന വിപണന മേളയ്ക്ക് ചാലിശ്ശേരിയിൽ തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് 5:30 സരസ് മേള ഉദ്ഘാടനം ചെയ്യും. 28 സംസ്ഥാനങ്ങളിൽ നിന്നായി ആകെ 250 സ്റ്റാളുകൾ, 30-ലധികം ഫുഡ് സ്റ്റാളുകൾ അടങ്ങുന്ന മെഗാ ഇന്ത്യൻ ഫുഡ് കോർട്ട്, അമ്യൂസ്മെന്റ് പാർക്ക്, ഫ്ലവർ ഷോ, ഹാപ്പിനെസ് കോർണർ എന്നിവ മേളയുടെ ആകർഷണമാകും. കുന്നംകുളം സീനിയർ ഗ്രൗണ്ട് സിന്തറ്റിക് ട്രാക്കിൽ നടക്കുന്ന 57ാമത് കാലിക്കറ്റ് സർവകലാശാല ഇന്റർ കോളേജിയേറ്റ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് സമാപനത്തിലേക്ക്. കിരീടപൂരിൽ തൃശൂർ സെന്റ് തോമസും ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജും മുന്നിൽ. ബൈക്കുകൾ കൂട്ടിയിടിച്ച് കൂറ്റനാട് സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് നൊട്ടത്തുവളപ്പിൽ 34 വയസ്സുള്ള പ്രതീഷ് പരമേശ്വരൻ. അപകടം കൂറ്റനാട് വലിയ പള്ളിക്ക് സമീപം വ്യാഴാഴ്ച രാത്രി 10 മണിയോടെ. വാർത്തകൾ വിശദമായി. കുടുംബശ്രീ ദേശീയ സരസ് മേളയുടെ ഉദ്ഘാടനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയത് ഹെലികോപ്റ്റർ മാർഗം. പെരിങ്ങോട് ഹൈസ്കൂളിൽ സജ്ജമാക്കിയ ഹെലിപാഡിലാണ് മുഖ്യമന്ത്രിയുമായുള്ള ഹെലികോപ്റ്റർ ഇറങ്ങിയത്. കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട അദ്ദേഹം വൈകിട്ട് 4:15 പെരിങ്ങോടെത്തിയത്. പോലീസിന്റെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷ ഒരുക്കിയിരുന്നു. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയവും കുടുംബശ്രീയും സംയുക്തമായി ചാലിശ്ശേരി മുലയംപറമ്പ് മൈതാനിയിൽ സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ 13ാമത് ദേശീയ സരസ് ഉൽപ്പന്ന പ്രദർശന വിപണന മേള ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാനാണ് പിണറായി എത്തിയത്. ഉദ്ഘാടന സമ്മേളനത്തിന് മുന്നോടിയായി 3 മണിക്ക് ചാലിശ്ശേരി അൻസാരി കൺവെൻഷൻ സെന്ററിന് സമീപത്തു നിന്നും മുലയംപറമ്പ് മൈതാനത്തേക്ക് വർണ്ണാഭമായ സാംസ്കാരിക ഘോഷയാത്രയും നടന്നു. ചാലിശ്ശേരിയിൽ നടക്കുന്ന കുടുംബശ്രീ ദേശീയ സരസ് മേളയോടനുബന്ധിച്ച് പ്രധാന പവലിയനിൽ മീഡിയ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് മീഡിയ സെന്റർ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H ദിനേശൻ, കുടുംബശ്രീ പബ്ലിക് റിലേഷൻസ് ഓഫീസർ ഡോക്ടർ അഞ്ചൽ കൃഷ്ണകുമാർ, കുടുംബശ്രീ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ C നവീൻ, ജില്ലാ മിഷൻ കോർഡിനേറ്റർ P ഉണ്ണികൃഷ്ണൻ, കുടുംബശ്രീ പബ്ലിക് റിലേഷൻസ് വിഭാഗം എഡിറ്റോറിയൽ അസിസ്റ്റന്റ് ആശ S പണിക്കർ, കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യലിസ്റ്റ് ചൈതന്യ, മീഡിയ ഇന്റേൺ MR തനുജ, മീഡിയ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. കുടുംബശ്രീ ദേശീയ സരസ് മേളയുടെ ഭാഗമായി സരസ് മെഡിക്കൽ ടീമിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ചാലിശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും സമീപത്തുള്ള ആശുപത്രികളും ക്ലിനിക്കുകളും ചേർന്ന മെഡിക്കൽ ടീമാണ് സേവനം നൽകുന്നത്. പ്രധാന പവലിയനിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ടീം അംഗങ്ങൾക്കുള്ള ബാഡ്ജ് ചാലിശ്ശേരി ഹെൽത്ത് സൂപ്പർവൈസർ C കമ്മുണ്ണി ചാലിശ്ശേരി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ശ്രീകുമാറിന് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. മേളയിലെത്തുന്ന പൊതുജനങ്ങൾക്കും പങ്കാളികൾക്കും അടിയന്തര ചികിത്സ ഉൾപ്പെടെയുള്ള ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കുന്നതാണ് മെഡിക്കൽ ടീമിന്റെ പ്രധാന ലക്ഷ്യമെന്ന് ഹെൽത്ത് സൂപ്പർവൈസർ C കമ്മുണ്ണി അറിയിച്ചു. മെഡിക്കൽ പവലിയൻ മന്ത്രി MB രാജേഷ് സന്ദർശിച്ചു. പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസർ റോഷ് ചെയർമാനായും മെഡിക്കൽ സബ് കമ്മിറ്റി കൺവീനർ റിട്ടയർഡ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുഷമയുടെ നേതൃത്വത്തിലുമാണ് മെഡിക്കൽ ടീം പ്രവർത്തിക്കുന്നത്. സരസ് മേളയുടെ മെഡിക്കൽ യൂണിറ്റിന്റെ റൂമാണത്. ഇവിടെ എത്തുന്ന ആളുകൾക്ക് എന്തെങ്കിലും ആരോഗ്യമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ റൂമിന് സമീപിക്കാം. എല്ലാവർക്കും എളുപ്പം എത്താവുന്ന രീതിയിലാണ് റൂം സജ്ജീകരിച്ചിട്ടുള്ളത്. അവർക്ക് ആവശ്യമുള്ള പ്രാഥമിക സേവനങ്ങളാണ് ഇവിടെ നിന്ന് കൊടുക്കുന്നത്. മറ്റ് റെഫറൽ സംവിധാനങ്ങളും നമ്മൾ തൊട്ടടുത്ത ഹോസ്പിറ്റലുകളൊക്കെ അവരായിട്ടൊക്കെ നമ്മൾ ബന്ധപ്പെട്ടാണ് ചെയ്യുന്നത്. ഇതിൽ സ്വകാര്യ മേഖലയിൽ നമ്മുടെ പ്രദേശത്തെ ആശുപത്രികളും നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങളും ഒരുമിച്ചാണ് ഇത് ചെയ്യുന്നത്. ഇപ്പൊ ഇന്ന് രാവിലെ ഹണി ക്ലിനിക്കാണ് ചെയ്യുന്നത്. പിന്നെ ചന്ദ്രോദയ ഉണ്ട്, നമ്മുടെ മോഡേൺ ഹോസ്പിറ്റലുകളുണ്ട്, അതേപോലെ നമ്മുടെ തൊട്ടടുത്ത എല്ലാ ആശുപത്രിയും ഉണ്ട്. മറ്റു വാർത്തകളിലേക്ക്. മന്നലാകുന്ന് ബീച്ചിൽ ഉണങ്ങിയ പുല്ലിന് തീപിടിച്ചത് നാട്ടുകാരിൽ പരിഭ്രാന്തി പരത്തി. വ്യാഴാഴ്ച രാത്രി 10-നാണ് സംഭവം. തീ ആളിക്കത്തുന്നത് കണ്ട് നാട്ടുകാർ ഗുരുവായൂർ ഫയർഫോഴ്സിൽ വിവരമറിയിച്ചു. തുടർന്ന് സേനാംഗങ്ങൾ സ്ഥലത്തെത്തി തീയണച്ചു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സിജിൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ദീപു, കിഷോർ, സുമൻ, സതീഷ് കുമാർ, PK ജോയ്, ആനന്ദ് എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ വാർഷിക പെരുന്നാളും പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാവയുടെ ഓർമ്മ പെരുന്നാളും ഇന്നും നാളെയുമായി ആഘോഷിക്കും. ഇന്ന് വൈകിട്ട് 6:45 സന്ധ്യാ നമസ്കാരം, തുടർന്ന് കൊടിയും കുരിശുമായി പെരുന്നാൾ പ്രദക്ഷിണം പട്ടാമ്പി റോഡ്, മോസ്കോ റോഡ്, ഫയർ സ്റ്റേഷൻ റോഡ്, പാലസ് റോഡ് വഴി പള്ളിയിൽ എത്തിച്ചേരും.
തുടർന്ന് ആശീർവാദവും ദേശക്കാരുടെ വാദ്യാഘോഷങ്ങളും ഉണ്ടായിരിക്കും. നാളെ രാവിലെ 7:30 പ്രഭാത നമസ്കാരം, 8:30 വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, 10:30 സ്നേഹവിരുന്ന്, വൈകിട്ട് 4 ദേശക്കാരുടെ വാദ്യാഘോഷങ്ങൾ പള്ളിക്ക് മുമ്പിൽ നടക്കും. തുടർന്ന് 5:30 സമാപന പ്രദക്ഷിണം, തുടർന്ന് പൊതുസദ്യ എന്നിവയുണ്ടാകും. വികാരി ഫാദർ ജോസഫ് ജോസ്, കൈക്കാരൻ TM വർഗീസ്, സെക്രട്ടറി സിഞ്ചു സജിൻ P എന്നിവർ പെരുന്നാൾ പരിപാടികൾക്ക് നേതൃത്വം നൽകും. ബൈക്കുകൾ കൂട്ടിയിടിച്ച് കൂറ്റനാട് സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം. നോട്ടത്ത് വളപ്പിൽ 34 വയസ്സുള്ള പ്രതീഷ് പരമേശ്വരനാണ് മരിച്ചത്. കൂറ്റനാട് വലിയ പള്ളിക്ക് സമീപം വ്യാഴാഴ്ച രാത്രി 10:15 അപകടം. അഞ്ഞൂർ റോഡ് പെട്രോൾ പമ്പിന് സമീപം കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം. കുന്നംകുളം ഭാഗത്തു നിന്ന് വന്നിരുന്ന കാറും എരമംഗലം ഭാഗത്തു നിന്ന് വന്നിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ അയിരൂർ തെക്കന്തയം സ്വദേശി വിനായിനി വീട്ടിൽ ഷനീബിനെ കുന്നംകുളം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കേകാട് പോലീസ് സ്ഥലത്തെത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റം നിർവഹിച്ചു. ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി KP ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, മലബാർ ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി അംഗം K ജയകുമാർ, ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ P ശങ്കുണ്ണി രാജ, ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ K സുരേഷ് ബാബു, AK രാധാകൃഷ്ണൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ RS രഞ്ജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഞായറാഴ്ച ഉത്സവ ബലിയും തിങ്കളാഴ്ച പള്ളിവേട്ടയും നടക്കും. ചൊവ്വാഴ്ച ആറാട്ടോടെ ഉത്സവം കൊടിയിറങ്ങും. നാല് ദിവസമായി നടക്കുന്ന ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ കുന്നംകുളം സെന്റർ കൺവെൻഷന് തുടക്കമായി. വ്യാഴാഴ്ച വൈകിട്ട് 7 സഭയുടെ പോർക്കുളത്തുള്ള രഹബോത്ത് നഗറിൽ നിലമ്പൂർ ക്രിസ്ത്യാനി ബീറ്റ്സിന്റെ സംഗീത ശുശ്രൂഷയോടെയാണ് കൺവെൻഷൻ ആരംഭിച്ചത്. സഭയുടെ ഗോൾഡൻ ജൂബിലി കൺവെൻഷൻ കുന്നംകുളം സെന്റർ മിനിസ്റ്റർ പാസ്റ്റർ സാം വർഗീസ് ഉദ്ഘാടനം ചെയ്തു. പാസ്റ്റർ K സാമുവൽ അധ്യക്ഷത വഹിച്ചു. വിവിധ ദിവസങ്ങളിലായി പാസ്റ്റർമാരായ ജോൺസൺ ഡാനിയൽ, വർഗീസ് എബ്രഹാം, ഫെയ്ത്ത് ബ്ലസൻ, റിജി മാത്യു എന്നിവർ വചനപ്രഘോഷണം നടത്തും. ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി ജനുവരി 3 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ആലത്തൂർ MP K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സെന്റർ മിനിസ്റ്റർ പാസ്റ്റർ സാം വർഗീസ് അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ ജൂബിലിയുടെ ഭാഗമായി പുറത്തിറക്കുന്ന സോവനിയറിന്റെ പ്രകാശനം MP നിർവഹിക്കും. 4-ാം തീയതി വിശുദ്ധ സംയുക്ത യോഗത്തിന്റെ കൺവെൻഷൻ സമാപിക്കും. 4 ദിവസങ്ങളിലായി നടക്കുന്ന വിവിധ പരിപാടികൾക്ക് സെന്റർ വൈസ് പ്രസിഡന്റ് പാസ്റ്റർ K വർഗീസ്, സെക്രട്ടറി പാസ്റ്റർ MR ബാബു, ട്രഷറർ ബ്രദർ TK ജോൺസൺ, ജോയിന്റ് സെക്രട്ടറി ബ്രദർ PK ദേവസി, പബ്ലിസിറ്റി കൺവീനർ പാസ്റ്റർ CK കൊച്ചുണ്ണി എന്നിവർ നേതൃത്വം നൽകും. ദൈവത്തിന്റെ കൈപ്പണിയായ മനുഷ്യൻ, ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിർമ്മിച്ച മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ അകന്നു പോയപ്പോൾ ദൈവത്തിനുണ്ടായ അതീവമായ ഹൃദയവ്യഥകൾ നമുക്കറിയാം. നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ സമുദ്ധരിക്കുവാൻ പാപമെന്ന സമൃദ്ധമായ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം വരുത്തി പാപനിമിത്തം ദൈവവുമായുള്ള ബന്ധമറ്റുപോയ മനുഷ്യനെ പവിത്രനാക്കി ശുദ്ധരാക്കി ദൈവത്തോട് അടുപ്പിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു. കാലിക്കറ്റ് സർവകലാശാല ഇന്റർ കോളേജിയേറ്റ് അത്ലറ്റിക് മീറ്റിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടി ഇടുക്കിയിൽ നിന്നുള്ള മിടുക്കി. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ CB അനീറ്റയാണ് വനിതകളുടെ ജാവലിൻ ത്രോയിൽ 33.50 മീറ്റർ മികച്ച ദൂരം രേഖപ്പെടുത്തിക്കൊണ്ട് സ്വർണം നേടിയത്. 1-ാം വർഷ സോഷ്യൽ വർക്ക് ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനിയായ അനീറ്റ ഇടുക്കി തൊടുപുഴ ആനക്കല്ലിങ്കൽ CB അന്നക്കുട്ടി ദമ്പതികളുടെ മകളാണ്. ഇത് 3-ാം തവണയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മീറ്റിൽ ജാവലിൻ ത്രോയിൽ സ്വർണം കരസ്ഥമാക്കുന്നത്. ക്രൈസ്റ്റ് കോളേജിന്റെ പരിശീലകൻ സേവ്യറിന്റെ കീഴിലാണ് പരിശീലനം. സ്കൂൾ കായികമേളയിലെ കുത്തക ശക്തികളിൽ ഒന്നായിരുന്ന കോതമംഗലം സെന്റ് ജോർജ് സ്കൂളിൽ നിന്നാണ് ജാവലിൻ കയ്യിലെടുത്തത്. സ്കൂളിലെ കോച്ച് രാജീവ് പോളിന്റെ കീഴിലെ പരിശീലനത്തിലായിരുന്നു മികച്ച കായിക താരത്തിലേക്കുള്ള ഉയർച്ച. ട്രാക്കിനെ ആവേശച്ചൂട് പിടിപ്പിച്ച് 4x100 മീറ്റർ റിലേ മത്സരങ്ങൾ. വനിതകളുടെ വിഭാഗത്തിൽ മേഴ്സി കോളേജ് പാലക്കാടിലെ R രവീണ, M ഐശ്വര്യ, കീർത്തി സുരേഷ്, S മേഘ എന്നിവരടങ്ങിയ ടീം സ്വർണം നേടി. പുരുഷ വിഭാഗത്തിൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിനാണ് സ്വർണം. M ഹിഷാം, മുഹമ്മദ് ഫുലൈൽ, റാഹിൽ സക്കീർ, CS മോറിയന്റസ് എന്നിവരായിരുന്നു ടീമിലെ താരങ്ങൾ. മീറ്റിൽ 110 മീറ്റർ ഹഡിൽസിൽ റാഹിൽ വെള്ളിയും ലോങ് ജമ്പിൽ മോറിയന്റസ് സ്വർണവും നേടിയിരുന്നു.
ആർ രവീണയും മീറ്റിലെ ഹഡിൽസിൽ സ്വർണ്ണ മെഡൽ ജേതാവാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉപദേവതയായ എടത്തരികത്തുകാവ് ഭഗവതിക്ക് താലപ്പൊലി സംഘത്തിന്റെ വകയായുള്ള പിള്ളേര് താലപ്പൊലി തിങ്കളാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുലർച്ചെ 3-ന് നിർമ്മാല്യ ദർശനത്തോടെ ആഘോഷ പരിപാടികൾ ആരംഭിക്കും. തുടർന്ന് വാകച്ചാർത്ത്, ദീപാലങ്കാരം, നിറമാല, ചുറ്റുവിളക്ക്, കേളി, കളമെഴുത്തുപാട്ട് എന്നിവയുണ്ടാകും. മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിൽ അഷ്ടപതി, ഭക്തിപ്രഭാഷണം, കുച്ചുപ്പുടി, കളരിപ്പയറ്റ്, ഭരതനാട്യം, വീരനാട്യം എന്നിവയുണ്ടാകും. ഉച്ചയ്ക്ക് 12-ന് നടയടച്ച് ഭഗവതി പുറത്തേക്കെഴുന്നള്ളും. കൊമ്പൻ ഇന്ദ്രസൻ കോലമേറ്റും. ശ്രീധരൻ, രവികൃഷ്ണൻ എന്നീ ആനകൾ ഇടം വലം അണിനിരക്കും. പുറത്തേക്കെഴുന്നള്ളിപ്പിൽ ചോറ്റാനിക്കര വിജയൻ, ചെർപ്പുളശ്ശേരി ശിവൻ എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം അകമ്പടിയാകും. എഴുന്നള്ളിപ്പ് സത്രം ഗേറ്റിന് സമീപമെത്തിയാൽ പഞ്ചവാദ്യം അവസാനിപ്പിച്ച് പെരുവനം സതീശന്മാരാരുടെ നേതൃത്വത്തിൽ മേളത്തിന്റെ അകമ്പടിയോടെ തിരിച്ചെഴുന്നള്ളും. തിരിച്ചെഴുന്നള്ളിപ്പ് കല്യാണമണ്ഡപത്തിനടുത്തെത്തിയാൽ ഭഗവതിയുടെ കോമരം സുരേന്ദ്രൻ നായർ ഉറഞ്ഞുതുള്ളി പറച്ചൊരിയും. ഭക്തരുടെ വഴിപാടായി നെല്ല്, അരി, മഞ്ഞൾ, മലർ, നാണയം തുടങ്ങി ദ്രവ്യങ്ങൾ നിറച്ച 1500ഓളം പറകളാണ് ഒരുക്കുന്നത്. തുടർന്ന് കുളപ്രദക്ഷിണവുമുണ്ടാകും. താലപ്പൊലി സംഘം പ്രസിഡന്റ് എൻ പ്രഭാകരൻ നായർ, സെക്രട്ടറി ഇ കൃഷ്ണാനന്ദ്, ജി കൃഷ്ണൻ, മോഹൻദാസ് ചേലനാട്, കെ ടി രാധാകൃഷ്ണൻ നമ്പീശൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ പുതുവത്സര ദിനത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ഇന്ത്യൻ റിപ്പബ്ലിക്കിന് ഇന്ത്യയോട് പറയാനുള്ളത് എന്ന വിഷയത്തിൽ പാവറട്ടിയിൽ നടത്തിയ സെമിനാർ സാംസ്കാരിക പ്രവർത്തകനും മുൻ ഗുരുവായൂർ MLA-യുമായ കെ വി അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ വിശ്വംഭരൻ അധ്യക്ഷനായി. സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമായ രാധാകൃഷ്ണൻ കാക്കശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മോഹൻദാസ്, ലൈബ്രറി കൗൺസിൽ താലൂക്ക് വൈസ് പ്രസിഡന്റ് TN ലെനിൻ, ജോയിന്റ് സെക്രട്ടറി PG സുബിദാസ്, ജില്ലാ കൗൺസിൽ അംഗം KK മനോജ്, NJ ജെയിംസ് എന്നിവർ സംസാരിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ലൈബ്രറി പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. മന്നലാംകുന്ന് കടപ്പുറത്ത് ഈ സീസണിലെ ആദ്യ കടലാമ എത്തി മുട്ടയിട്ടു. വ്യാഴാഴ്ച രാത്രിയിലാണ് കടലാമ തീരത്തെത്തി മുട്ടയിട്ട് തിരിച്ച് കടലിലേക്ക് ഇറങ്ങിപ്പോയത്. 120ഓളം മുട്ടകളുണ്ട്. മന്നലാംകുന്ന് കടലാമ സംരക്ഷണ സമിതി പ്രവർത്തകർ ആമയ്ക്ക് സംരക്ഷണമൊരുക്കി. പ്രവർത്തകരായ നവാസ് കിഴക്കൂട്ട്, സലീം പുത്തൻപുരയിൽ, NB നവാസ്, നിസാർ തേച്ചപുരക്കൽ, ഹംസ പാലക്കൽ എന്നിവർ നേതൃത്വം നൽകി. സിറിയക് ഏലിയാസ് അസോസിയേഷൻ ഫോർ ഡെവലപ്മെന്റ് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ജനുവരി 4-ന് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1977-ൽ സെന്റ് ജോർജ് ആശ്രമത്തിലെ അംഗമായ ഫാദർ ജോസ് പൈനാടത്ത് കള്ളിവളപ്പിൽ അടുപ്പുട്ടി മേഖലയിലെ താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കി ആരംഭിച്ച സീഡിന്റെ 50-ാം വാർഷികാചരണത്തിന്റെ ഭാഗമായുള്ള സുവർണ ജൂബിലി ഉദ്ഘാടനം, ചാവറ തിരുനാൾ, ക്രിസ്മസ്, പുതുവത്സരാഘോഷം എന്നീ പരിപാടികളാണ് ഞായറാഴ്ച ഗുഡ് ഷെപ്പേർഡ് ആശ്രമത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്നത്. അടുപ്പുട്ടിയിലെ പട്ടയം ഇല്ലാത്തവർക്ക് പട്ടയം ലഭ്യമാക്കിയും കാറ്റിലും മഴയത്തും വാസയോഗ്യമല്ലാതായ വീടുകൾ പുനർനിർമ്മിച്ചും വെള്ളവും വെളിച്ചവും എത്തിച്ചും റോഡ് നിർമ്മിച്ചു നൽകിയും ഡോക്ടർമാരെ സംഘടിപ്പിച്ച് സൗജന്യ മെഡിക്കൽ പരിശോധനകൾ നടത്തിയും മേഖലയിലെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തിയാണ് സീഡിന്റെ ആദ്യകാല പ്രവർത്തനം നടന്നിരുന്നത്. ഞായറാഴ്ച വൈകിട്ട് തൃശൂർ ദേവമാതാ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോയ്സ് എലുവത്തിങ്കൽ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. സീഡ് രക്ഷാധികാരി ഫാദർ വിജു കോലങ്കണ്ണി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ സീഡ് ഡയറക്ടർ ഫാദർ രഞ്ജിത്ത് അത്താണിക്കൽ ആമുഖ പ്രഭാഷണം നടത്തും. അടുപ്പുട്ടി FCC കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ഹിത, സീഡ് പ്രസിഡന്റ് MT പോൾസൺ, സെക്രട്ടറി CF റോബിൻ, വനിതാ വിഭാഗം ജാൻസി ആൻഡോ എന്നിവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ സീഡ് ഡയറക്ടർ ഫാദർ രഞ്ജിത്ത് അത്താണിക്കൽ, ഭാരവാഹികളായ MT പോൾസൺ, CF റോബിൻ, ബാബു പള്ളിപ്പുറത്ത്, TJ തോംസൺ എന്നിവർ പങ്കെടുത്തു. എരുമപ്പെട്ടി കരിയന്നൂർ സെന്ററിൽ ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. ഒരാഴ്ചയിലധികമായി വൻതോതിലുള്ള കുടിവെള്ളമാണ് ഇവിടെ ഒഴുകിപ്പോകുന്നത്. നിരവധി തവണ അധികൃതരോട് പരാതിപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. കടങ്ങോട്, എരുമപ്പെട്ടി, കടവല്ലൂർ പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന കടങ്ങോട് ശുദ്ധജല വിതരണ പൈപ്പാണ് പൊട്ടിയിരിക്കുന്നത്. അക്കിക്കാവ് മാർ ഒസ്താത്തിയോസ് കോളേജിൽ നടന്നുവന്ന കുന്നുകുളം മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ VHSC NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് സജ്ജം സമാപിച്ചു. പഴയ പത്രങ്ങൾ ശേഖരിച്ച് സമാഹരിച്ച തുക ഉപയോഗിച്ച് വാങ്ങിയ വീൽചെയർ കടവല്ലൂർ പഞ്ചായത്ത് വാർഡ് മെമ്പർ അബ്ദുൾ റസാഖ് കുന്നംകുളം പേനിയൻ പാലിയേറ്റീവ് സെക്രട്ടറി KM ഗഫൂറിന് നൽകിക്കൊണ്ടാണ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത്.
സ്കൂൾ PTA പ്രസിഡന്റ് P. വേണുഗോപാൽ യോഗത്തിൽ അധ്യക്ഷനായി. ക്യാമ്പ് പ്രൊജക്ടുകളെക്കുറിച്ച് അധ്യാപിക ശ്രീദേവി വിശദീകരിച്ചു. പ്രിൻസിപ്പാൾ വിജയലക്ഷ്മി, AB ബിനേഷ്, ജസ്ന ടീച്ചർ എന്നിവർ സംസാരിച്ചു. മഞ്ഞുരുക്കം, മാനസഗ്രാമം, വിവിധ സർവേകൾ, സെമിനാർ, മഹാസഭ, ഫിനോയിൽ നിർമ്മാണവും വിൽപ്പനയും, വർജ്യം, സിഗ്നേച്ചർ ക്യാമ്പയിൻ, പ്രാണവേഗം, നാടകക്കളരി, നാടൻപാട്ട് ശീലുകൾ, മോട്ടിവേഷൻ ക്ലാസുകൾ എന്നിങ്ങനെ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ ക്യാമ്പിന്റെ ഭാഗമായി നടന്നു. ക്യാമ്പിന്റെ ആദ്യ ദിവസം വീണ് കാലൊടിഞ്ഞ് പ്ലാസ്റ്റർ ഇടേണ്ടി വന്നിട്ടും വീൽചെയറിൽ ഇരുന്നുകൊണ്ട് ക്യാമ്പിന് നേതൃത്വം നൽകിയ NSS പ്രോഗ്രാം ഓഫീസർ ജാലക്സിയുടെ പ്രവർത്തനം ശ്രദ്ധേയമായി. ഐക്യ ആർട്ട് ഫോമിന്റെ നേതൃത്വത്തിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുതുശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ഐക്യ ആർട്ട് ഫോം വിവിധ കലാരൂപങ്ങളിലുള്ളവർക്കായി നിരന്തരമായി വരുന്ന വർക്ക്ഷോപ്പുകളുടെ ഭാഗമായാണ് ജനുവരി 3 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിൽ ദശദിന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയിലെ കലാരംഗത്ത് അറിയപ്പെടുന്ന പ്രതിഭാധനരായ കലാകാരന്മാർ വിഷയാവതരണം നടത്തുന്ന ക്യാമ്പിന് കലാചരിത്രകാരൻ പ്രൊഫസർ ശിവജി K. പണിക്കർ നേതൃത്വം നൽകും. കലാമേഖലയിൽ വിവിധ രംഗങ്ങളിലുള്ള മുൻകൂട്ടി രജിസ്ട്രേഷൻ നടത്തിയ 18 പേർക്കാണ് ക്യാമ്പിൽ പങ്കെടുക്കാൻ അവസരമൊരുക്കുന്നത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നതിനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഐക്യ പ്രസിഡന്റ് ദീപക് P. വാങ്കഡെ, സെക്രട്ടറി TP പിജുരാജ്, ട്രഷറർ NS അജിത്, ഡയറക്ടർ TP ബാബുരാജ് എന്നിവരടങ്ങുന്ന ഓർഗനൈസിംഗ് കമ്മിറ്റിയാണ് വർക്ക്ഷോപ്പിന് നേതൃത്വം നൽകുന്നത്. അലേഖ്യ വിഷ്വൽ ആർട്ട് പ്രാക്ടീഷണർ TR സുനിൽ ലാൽ ശില്പശാലയുടെ കോർഡിനേറ്ററായി പ്രവർത്തിക്കും. ഐക്യ ആർട്ട് ഫോം ഡയറക്ടർ TP ബാബുരാജ്, KA രാമചന്ദ്രൻ, ഡോക്ടർ NS അജിത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ 5000-ഓളം രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ അൻസാർ കാർണിവൽ 2026 എന്ന പേരിൽ ശനിയാഴ്ച സംഘടിപ്പിക്കുന്ന മെഗാ കാർണിവലിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ അൻസാർ ക്യാമ്പസിൽ നടക്കുന്ന മെഗാ കാർണിവലിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് മുഖ്യാതിഥിയാകും. കാർണിവലിന്റെ ഉദ്ഘാടനം കുന്നംകുളം MLA AC മൊയ്തീൻ നിർവഹിക്കും. കാർണിവലിലെ മുഴുവൻ സ്റ്റാളുകളും മറ്റ് ഇവന്റുകളും ഉൾപ്പെടെ നേരിട്ട് നടത്തി വിദ്യാർത്ഥികൾക്കും ക്യാമ്പസിലെ അധ്യാപക അനധ്യാപകർക്കും സ്കൂളിലെ രക്ഷിതാക്കൾ കാർണിവലിലൂടെ വേറിട്ട മാതൃക സൃഷ്ടിക്കുകയാണെന്ന് അൻസാർ സ്കൂൾ മാനേജ്മെന്റ് ഭാരവാഹികൾ വ്യക്തമാക്കി. കാർണിവലിൽ രക്ഷിതാക്കൾക്കിടയിലെ സംരംഭകരെ പരിപോഷിപ്പിക്കുന്നതിനും അവരെ സമൂഹത്തിന് പരിചയപ്പെടുത്തുന്നതിനുമായി 40-ലധികം ബിസിനസ് സ്റ്റാളുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ബിസിനസ് സ്റ്റാളുകളുടെ ഉദ്ഘാടനം കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ നിർവഹിക്കും. തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കലാസംവിധാനത്തിന് സംസ്ഥാന പുരസ്കാരം ലഭിച്ച അജയൻ ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്യും. അൻസാർ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് അധ്യക്ഷത വഹിക്കും. രക്ഷിതാക്കൾ പങ്കെടുക്കുന്ന പാചക മത്സരത്തിൽ സെലിബ്രിറ്റി ഷെഫ് തസ്നി ബഷീർ മുഖ്യ വിധികർത്താവായിരിക്കും. ഇന്ററാക്റ്റീവ് ഗെയിംസും കുട്ടികളുടെ കലാപരിപാടികളും മറ്റ് വിനോദോപാധികളും കാർണിവലിന് നിറക്കൂട്ടേകും. വിനോദത്തോടൊപ്പം വിജ്ഞാനവും പകരുന്നതിനായി അക്വാപോണിക്സ്, പേഴ്സണൽ ബ്രാൻഡിംഗ്, കരിയർ ഗൈഡൻസ്, പബ്ലിക് സ്പീക്കിംഗ്, ദന്തശുചിത്വം തുടങ്ങി നിരവധി വിഷയങ്ങളിൽ അതതു മേഖലയിലെ പ്രമുഖർ നയിക്കുന്ന ക്ലാസുകളും ഉണ്ടായിരിക്കും. IPHന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പുസ്തകമേളയും ആരോഗ്യരംഗത്തെ വിവിധ സ്ഥാപനങ്ങൾ നടത്തുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പും കാർണിവലിന്റെ പ്രധാന ആകർഷണങ്ങളായിരിക്കുമെന്ന് ഭാരവാഹികളായ PTSC ചീഫ് മെന്റർ നൂറുൽ ഹക്ക്, അസിസ്റ്റന്റ് മെന്റർ അസീന മുനീർ എന്നിവർ വ്യക്തമാക്കി. നെല്ലുവായ് ഏകാദശി മഹോത്സവത്തോടനുബന്ധിച്ച് കടലാസ്, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറഞ്ഞ ക്ഷേത്ര പരിസരം എരുമപ്പെട്ടി പഞ്ചായത്ത് ഹരിതകർമ്മസേനാംഗങ്ങൾ ശുചീകരിച്ചു. VK ബിനീഷ, CS സജനത്ത്, VK സഫിയ, KG ബബിത, KT ജാനകി എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പുതുവത്സരത്തോടനുബന്ധിച്ച് കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ആഘോഷ പരിപാടികളും അവാർഡ് ദാനവും നടത്തി. ചേംബർ ഹാളിൽ നടന്ന ന്യൂ ഇയർ ഈവ് പ്രോഗ്രാം ചേംബർ പ്രസിഡന്റ് KP സാക്സൺ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് വിംഗ് പ്രസിഡന്റ് ബിനോയ് വടക്കൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ തങ്ങളുടെ കർമ്മശേഷി തെളിയിച്ച പ്രഗത്ഭ വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു. സിനിമാ രംഗത്തെ മികവിന് ശിവജി ഗുരുവായൂർ, ആതുര സേവന രംഗത്ത് നിന്ന് ഡോക്ടർ നഫീസ ഉസ്മാൻ എന്നിവർ അവാർഡുകൾ ഏറ്റുവാങ്ങി. റിയൽ എസ്റ്റേറ്റ്, കേറ്ററിംഗ്, ഇവന്റ് മാനേജ്മെന്റ്, വസ്ത്രവ്യാപാരം, സ്പെഷ്യൽ സ്കൂൾ പ്രവർത്തനം, വാച്ചസ് ആൻഡ് ഒപ്റ്റിക്കൽസ് തുടങ്ങി 8ഓളം മേഖലകളിലെ പ്രമുഖർക്കാണ് അവാർഡുകൾ നൽകിയത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി, ജില്ലാ യൂത്ത് വിംഗ് നേതാക്കൾ, കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർമാൻ PG ജയപ്രകാശ് തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷം
കോഴിക്കോട് ഷാസ് ഗ്രൂപ്പ് അവതരിപ്പിച്ച ഗാനമേളയും തുടർന്ന് സ്നേഹവിരുന്നുമുണ്ടായി. പുതുവർഷ ദിനത്തിൽ പകൽ വീട്ടിലെ അമ്മമാർക്കൊപ്പം മധുരം പങ്കുവച്ച് എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും നല്ലൊരു വർഷം ആശംസിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത പകൽ വീട്ടിലെ അമ്മമാർക്കൊപ്പം കേക്ക് മുറിച്ച് മധുരം പങ്കിട്ട് പുതുവത്സര ദിനം ആഘോഷിച്ചു. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പൂവത്തൂരിലെ KG സത്താർ സ്മാരക പകൽ വീട്ടിൽ വെച്ച് നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് അശോകൻ മൂക്കോല, ജനപ്രതിനിധികളായ ആഷിഖ് വലിയകത്ത്, NB ജയ ടീച്ചർ, ആനി ജോസ്, KR രഞ്ജിത്ത്, അബ്ദുൾ ഹക്കീം, ഡോക്ടർ മിൻസി പോൾ തുടങ്ങിയവർ പകൽ വീട്ടിലെ പുതുവത്സരാഘോഷത്തിൽ സംബന്ധിച്ചു. 149ാമത് മന്നം ജയന്തി ആഘോഷങ്ങൾ നടന്നു. കരയോഗങ്ങളുടെയും അനുബന്ധ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം നൽകിയ മന്നത്ത് പത്മനാഭന് സ്മാരകം നിർമ്മിക്കാൻ ദേവസ്വവും നഗരസഭയും തയ്യാറാക്കണമെന്ന് തിരുവേങ്കിടം നായർ സമാജം ആവശ്യപ്പെട്ടു. മന്നം ജയന്തി സമ്മേളനം സമാജം പ്രസിഡന്റ് ബാലൻ വാറനാട്ട് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ആലക്കൽ അധ്യക്ഷത വഹിച്ചു. A. സുകുമാരൻ നായർ, രാജഗോപാൽ കാക്കശ്ശേരി, M. സുരേന്ദ്രൻ നായർ, രാധാകൃഷ്ണൻ മനയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂരിലെ മുതിർന്ന പൗരന്മാരുടെ കൂട്ടായ്മയായ സ്നേഹസ്പർശത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. പകൽ വീട്ടിൽ നടന്ന ആഘോഷ പരിപാടികൾ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ C. പ്രേമാനന്ദകൃഷ്ണൻ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് RV അലി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി PP വർഗീസ്, ജോർജ് പോൾ നിലങ്കാവിൽ, അനിൽ കലാറ്റ്, ഇന്ദിര സോമസുന്ദരൻ, നിർമ്മല നായ്ക്കത്ത്, PI സൈമൺ തുടങ്ങിയവർ സംസാരിച്ചു. അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ക്രിസ്മസ് ധനഹ പെരുന്നാളിനോടനുബന്ധിച്ച് ആർത്താറ്റ് കുന്നുംകുളം മർത്തോമ യുവജന സഖ്യത്തിന്റെ നേതൃത്വത്തിൽ തെക്കേ അങ്ങാടി സെന്റ് തോമസ് മർത്തോമ ദേവാലയാങ്കണത്തിൽ ട്വിങ്കിൾ ഫീസ്റ്റ് സംഘടിപ്പിക്കുന്നു. ജനുവരി 5, 6 തീയതികളിലാണ് ഫീസ്റ്റ് ഒരുക്കുന്നത്. ജനുവരി 5 വൈകിട്ട് 7 സ്വിച്ച് ഓൺ നടക്കും. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നംകുളം ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ പുതുവത്സര ദിനം ആഘോഷിച്ചു. ബ്രാഞ്ചിലെ ഏറ്റവും മുതിർന്ന അംഗം PV പത്മനാഭൻ കേക്ക് മുറിച്ച് ആഘോഷം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് PC ജോർജ്, സെക്രട്ടറി PA ഭാസ്കരൻ, ട്രഷറർ OI വിൻസെന്റ് എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 12,485 രൂപ, പവന് 99,880 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 247 രൂപ. ചരമം. പെരുമ്പിലാവ് പുത്തംകുളം പണിക്ക വീട്ടിൽ ഖാദർ നിര്യാതനായി. 69 വയസ്സായിരുന്നു. ഖബറടക്കം പെരുമ്പിലാവ് സെന്റർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. ഫാത്തിയാണ് ഭാര്യ. മുഹമ്മദ് ഷാഫി, മുഹമ്മദ് റഷീദ് എന്നിവർ മക്കളാണ്. ഗുരുവായൂർ ഇരിങ്ങപ്പുറം കൊച്ചനാംകുളങ്ങര ക്ഷേത്രത്തിന് സമീപം ഒലക്കെങ്കിൽ ഫ്രാൻസിസ് നിര്യാതനായി. 72 വയസ്സായിരുന്നു. മാർഗരറ്റ് ഭാര്യയാണ്. ജിഷ, ജിസ്മി എന്നിവർ മക്കളാണ്. സംസ്കാരം നടത്തി. കോട്ടോൽ ചെറുവത്തൂർ കൊച്ചുകുഞ്ഞൻ ഭാര്യ സാറാമ്മ നിര്യാതയായി. 80 വയസ്സായിരുന്നു. സംസ്കാരം പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടത്തി. ബീന, ബിജു എന്നിവർ മക്കളാണ്. തലക്കോട്ടുകര നീലങ്കാവിൽ തോമ ഔസേപ്പ് നിര്യാതനായി. 85 വയസ്സായിരുന്നു. സംസ്കാരം വൈകിട്ട് 4 തലക്കോട്ടുകര സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിൽ നടത്തി. മറിയം ഭാര്യയും ഷാജു, പരേതയായ ഷാലി, ഷാബു എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാടിന്റെ ഗ്രാമഭംഗിയിലേക്ക് ഇന്ത്യൻ ഗ്രാമീണതയും. കുടുംബശ്രീ ദേശീയ സരസ് ഉൽപ്പന്ന പ്രദർശന വിപണന മേളയ്ക്ക് ചാലിശ്ശേരിയിൽ തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് 5:30 സരസ് മേള ഉദ്ഘാടനം ചെയ്യും. 28 സംസ്ഥാനങ്ങളിൽ നിന്നായി ആകെ 250 സ്റ്റാളുകൾ, 30-ലധികം ഫുഡ് സ്റ്റാളുകൾ അടങ്ങുന്ന മെഗാ ഇന്ത്യൻ ഫുഡ് കോർട്ട്, അമ്യൂസ്മെന്റ് പാർക്ക്, ഫ്ലവർ ഷോ, ഹാപ്പിനെസ് കോർണർ എന്നിവ മേളയുടെ ആകർഷണമാകും.
കുന്നംകുളം സീനിയർ ഗ്രൗണ്ട് സിന്തറ്റിക് ട്രാക്കിൽ നടക്കുന്ന 57ാമത് കാലിക്കറ്റ് സർവകലാശാല ഇന്റർ കോളേജിയേറ്റ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് സമാപനത്തിലേക്ക്. കിരീടപോരിൽ തൃശൂർ സെന്റ് തോമസും ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജും മുന്നിൽ. ബൈക്കുകൾ കൂട്ടിയിടിച്ച് കൂറ്റനാട് സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് നൊട്ടത്ത് വളപ്പിൽ 34 വയസ്സുള്ള പ്രതീഷ് പരമേശ്വരൻ. അപകടം കൂറ്റനാട് വലിയ പള്ളിക്ക് സമീപം വ്യാഴാഴ്ച രാത്രി 10 മണിയോടെ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.